ഹലോ, ഇങ്ങോട്ട് നോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കോയമ്പത്തൂർ യാത്ര നടത്തിയതിൻ്റെ ഒരു വീഡിയോ ആണിത്. കുറേ കാലത്തിന് ശേഷം ഒരു ട്രെയിൻ യാത്ര നടത്തിയതിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. സൈഡ് അപ്പർ ലോവർ ബർത്ത് എടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റി. കർട്ടനൊക്കെ ഇട്ടിട്ട് നമുക്കൊരു പ്രൈവസി ആയിട്ട് ഇരിക്കുകയോ ഫുഡ് കഴിക്കുകയോ കിടന്നുറങ്ങുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള ബർത്ത് കിട്ടിയത് സന്തോഷമായിരുന്നു. പറഞ്ഞ് ചെയ്യിച്ചാണ് അങ്ങനെ ഒരു റിസർവേഷന്. പിന്നെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ആ ഗ്രീനറികളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ്. പാടങ്ങളും ഇടയ്ക്കൊക്കെ പുഴകളും മരങ്ങളും കുന്നുകളും മേഘങ്ങൾ നിറഞ്ഞ ആകാശങ്ങളും എല്ലാം കൂടെ നമ്മുടെ ആ കേരളത്തിൻ്റെ ഭംഗി എന്ന് പറയുന്ന വേറെ എങ്ങും കണ്ടിട്ടില്ല. വയലാർ പാടിയതുപോലെ പുഴകൾ, മലകൾ, പൂമരങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ടിരിക്കുകയാണെന്ന്. ശരിയല്ലേ? എത്ര മനോഹരമായ പ്രകൃതി ഭംഗിയാണ് നമ്മളുടേത്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പണ്ട് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് 48 മണിക്കൂർ യാത്ര ചെയ്ത് വരുന്ന ഒരു കാലം ഓർക്കുമായിരുന്നു. ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ വലിയ പ്രയാസമായിരുന്നു അന്ന് യാത്ര. എന്നാലും അന്നത് പ്രയാസമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ഓർക്കുമ്പോൾ വലിയ പ്രയാസമായിട്ട് തോന്നുന്നു കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ. എന്നാലും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആ സന്തോഷത്തിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഈ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മറക്കുമായിരുന്നു. നമ്മുടെ നാട് ഈ പറയുമ്പം കാറ്റ്, മഴ, ബന്ധുക്കളെ, സ്വന്തക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണല്ലോ പോകുന്നതെന്നുള്ള സന്തോഷത്തിൽ നമ്മളിങ്ങനെ വരുമായിരുന്നു. ഇതിപ്പോൾ അതൊക്കെ ഓർത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്ത് നമ്മൾ കോയമ്പത്തൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പാലക്കാടൊക്കെ ആയെന്ന് തോന്നുന്നു ഈ സ്ഥലമൊക്കെ കണ്ടിട്ട്. പിന്നെ ഏതോ ഒരു സ്റ്റേഷൻ ഇടയ്ക്ക് വന്നു. വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഹരിതാഭം എല്ലാം കണ്ട് ഞങ്ങൾ കോയമ്പത്തൂരെത്തി. ഹോട്ടലിലെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നതാണിത്. ഹോട്ടലിലെ തന്നെ ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ വന്ന് ഡിന്നർ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇന്ന് റൂമിൽ കിടക്കാം, ഇന്ന് പുറത്തെങ്ങും ഇനി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഡിന്നർ കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ലച്ഛ പൊറോട്ടയും ഒരു മഷ്റൂം ബട്ടർ മസാല. അപ്പോൾ അത് തന്നെ 2 പേർക്ക് സഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ചപ്പാത്തിയാണ്. സത്യം പറഞ്ഞാൽ ഒത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടിയ ഒരു ഡിന്നറായിരുന്നു. ഞാൻ ഒരു ലച്ഛ പൊറോട്ട മതിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് കണ്ട് പിന്നെ ഒന്നുകൂടെ വാങ്ങി. അതുപോലെ തന്നെ കറിയും നല്ല കുറുമ, നല്ല ഗ്രേവി, തിക്ക് ഗ്രേവി ആയിട്ടൊക്കെയുള്ള നല്ല കറിയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് ഒന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അതിൻ്റെ 2 ദിവസം ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു, ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഈഷ ഫൗണ്ടേഷനിൽ പോകണമെന്ന് വിചാരിച്ചു, അത് പറ്റിയില്ല, കുറച്ച് ദൂരമായിപ്പോയി. ഇതിൻ്റെ ഇവിടെ എടുക്കണം. ഫുഡ് കഴിച്ചൊരു ലെമൺ സോഡ കൂടെ ഓർഡർ ചെയ്തു. ഡൈജസ്റ്റിനൊക്കെ നല്ലതാണല്ലോ, രാത്രിയല്ലേ. കൊള്ളാം, പുളിപ്പും മധുരവും ഉപ്പും. കഴിച്ചിപ്പോൾ കുടിച്ച് നോക്കൂ. പുളിക്ക് വേണ്ടാന്ന്. ഇറ്റ്സ് ഓക്കെ. ഒരു സിപ്പ് ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. മതിയോ? അപ്പോൾ ഇതാണ് അവിടുത്തെ ആംബിയൻസ്. പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നു. റൂം ഇതാ കണ്ടോളൂ. ഇതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. കഴിഞ്ഞ വർഷവും ഞങ്ങളിവിടെ വന്ന് 4 ദിവസം താമസിച്ചിരുന്നു, ചില പേഴ്സണൽ കാര്യങ്ങളായിട്ട് വന്ന സമയത്ത്. ഇപ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത റൂം തന്നെ ആയി കിട്ടിയത്. റൂമും നല്ലതാണ്, സ്റ്റാഫും ഫുഡും എല്ലാം നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ ഇത് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ അവിടുന്ന് കഴിച്ച ഫുഡിൻ്റെ കാര്യം ഒന്ന് എടുത്ത് പറയട്ടെ. കോയമ്പത്തൂരിൽ ഞങ്ങൾ ഇത് അവിടുത്തെ ഹോട്ടലിലെ രാവിലത്തെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റിനകത്തുനിന്ന് ഞങ്ങൾ ഉപ്പുമാവും വടയും ഇഡ്ഡലിയാണ് കഴിച്ചത്. പൂരി, ഉത്തപ്പം എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനും വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ നല്ല വെറൈറ്റി ഓഫ് ചട്നീസ്, നല്ല ഉപ്പുമാവൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളുണ്ടാക്കിയ ആ ടേസ്റ്റ് കിട്ടത്തില്ല. നല്ല ചൂട് മുരിഞ്ഞ വടയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ പുറത്ത് പോയപ്പോഴും ആനന്ദാസിൽ നിന്ന് ഫുഡ് കഴിച്ചു. അതും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേന്ന് 3-ാം ദിവസം രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് വീണ്ടും ശബരി എക്സ്പ്രസ്സിൽ തന്നെ അതേപോലെ അപ്പർ ലോവർ ബർത്തൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ്.
സന്തോഷകരമായിട്ടൊരു യാത്രയായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം ട്രെയിൻ യാത്ര ചെയ്തു. ഒരു ചേഞ്ചായിരുന്നു ഞങ്ങൾക്ക്. 2 ദിവസം ഒന്ന് മാറി നിന്ന് വീട്ടിൽ നിന്ന് പിന്നെ തിരിച്ച് വീണ്ടും നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് പാട്ടൊക്കെ കേട്ടു. ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ നല്ല മലായി ജാമുൻ വാങ്ങിയിട്ട് വന്നു. അത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള, എനിക്ക് കുറേ നാൾ ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ കഴിച്ച മലായി ജാമുൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് കുറച്ച് ടയർഡായി യാത്രയിൽ. കുറച്ച് നേരം കിടന്നിട്ടൊക്കെ എണീച്ചപ്പോൾ. എന്നാലും ഈ ഗ്രീനറി കാണുമ്പോൾ നമ്മുടെ എല്ലാ ക്ഷീണവും അങ്ങ് മാറും. ഒരു പ്രത്യേക കുളിർമയാണ് മനസ്സിന്. എന്താ ഞാൻ പറഞ്ഞ മലായി കോഫ്ത ആനന്ദാസിൽ നിന്ന് മേടിച്ചാണ്. അവിടുത്തെ ആനന്ദാസ് ഫുഡിന് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പറയാതെ വയ്യ അവിടുത്തെ ഫുഡിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്.